നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്നൊരു ആശങ്ക തോന്നാം. പക്ഷേ അത് അവിടെയുള്ളവർക്ക് കുറച്ചുകൂടി അതിനെക്കുറിച്ച് അറിയാം. കാരണം അന്നത്തെ അപകടശേഷം പുഴ വളരെ വീതിയേറിയ അവസ്ഥയിലാണ്. പിന്നെ ഈ ഇളകി നിൽക്കുന്ന മണ്ണൊക്കെ കുത്തിയൊലിച്ച് വരുമ്പോൾ ആകെ കലങ്ങി മറിഞ്ഞ അവസ്ഥയിലാണ് വരിക. അല്ലാതെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ജനപ്രതിനിധികളൊക്കെ നമ്മളോട് അറിയിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പുതുതായിട്ട് കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ പണ്ട് വീണ് കിടക്കുന്ന മരങ്ങളടക്കം ഒലിച്ചു വന്നതാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നതുകൂടി പറഞ്ഞു വരുന്നു. എന്തായാലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മനസ്സിലാക്കും. പ്രത്യേകിച്ചും പിന്നെ അപ്പുറത്തെ സൈഡിൽ ആളുകളുടെ സ്ഥിരവാസമില്ല, ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നവരാണ്. കമൽ, നേരത്തെ സംഷാദ് പറഞ്ഞു അവരോടൊക്കെ ഒരു അരമണിക്കൂറിനകം തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. എത്രയധികം ആളുകൾ എസ്റ്റേറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടാകും? അവരൊക്കെ സുരക്ഷിതമായ ഇടങ്ങളിൽ തന്നെയായിരിക്കും അല്ലേ? ദിവിഷ്, കിട്ടുന്ന വിവരം അനുസരിച്ച് അട്ടമല ഭാഗത്തേക്കാണ് തൊഴിലാളികൾ പോയിട്ടുള്ളത്. അതായത് ചൂരൽമല ബേലിപ്പാലത്തിന് അപ്പുറത്ത് മുമ്പ് അമ്പലം നിന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് പോകുന്ന റോഡാണ് അട്ടമലയിലേക്ക് പോകുന്നത്. ആ റോഡിൽ പൂർണ്ണമായിട്ടും വെള്ളം കയറിയിട്ടില്ല. ആ ഭാഗത്തൊക്കെ ഹാരിസൺ മലയാളത്തിന്റെ ഉൾപ്പെടെ തോട്ടങ്ങളാണ്. അവിടെ ജോലിക്ക് പോയ ആളുകളാണ് കുടുങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ വെള്ളം കയറിയതാണ് മറ്റ് ബുദ്ധിമുട്ടുകളില്ല. അട്ടമല ഭാഗം നേരത്തെ ഉരുൾപൊട്ടലുണ്ടായപ്പോഴൊക്കെ സുരക്ഷിതമായി നിന്ന മേഖലയാണ്. പുഴയിൽ നിന്ന് വെള്ളം കയറിയത് ഒഴിച്ചാൽ അവിടെ മറ്റ് മണ്ണിടിച്ചിലൊന്നും സാധ്യതയില്ലാത്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശങ്കയ്ക്കിടയിൽ സാധ്യതയില്ല. അവർ അവിടെ ഈ വെള്ളം കയറിയത് കൊണ്ട് കുറച്ച് തൊഴിലാളികൾ അപ്പുറത്തായതാണ് നമുക്ക് ലഭിക്കുന്നത്. അവർക്ക് എസ്റ്റേറ്റിന്റെ മറ്റു വഴികളിലൂടെ ഇങ്ങോട്ടേക്ക് എത്താനും പറ്റും അല്ലേ? ഇപ്പോൾ റോട്ടിൽ വെള്ളമാണെങ്കിലും കുറച്ച് ഉയർന്ന ഭാഗങ്ങളിലൂടെ ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റുമല്ലോ അല്ലേ? കമൽ അവിടെ കമൽ കേൾക്കാമോ? ഒന്നുകൂടെ ചോദിക്കാമോ ദിവിഷ്? അല്ല, അവിടെ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്ക് മറ്റു വഴികളിലൂടെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുമല്ലോ അല്ലേ? റോഡിൽ വെള്ളം കയറിയാലും ഉയർന്ന ഭാഗങ്ങളിലൂടെ നടന്നു വരാനുള്ള സാഹചര്യമില്ലേ? പുഴ കടക്കേണ്ടി വരും. കാരണം നമുക്കറിയാം ബെയിലിപ്പാലം മാത്രമാണ് പുഴയുടെ ഇക്കരയ്ക്കുള്ള ഒരു മാർഗം. പാലത്തിന് അടുത്തേക്ക് എത്തുന്നില്ലെങ്കിൽ പുഴ മറ്റു വഴിയിലൂടെ കടക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി അവരെ ഇപ്പുറത്തേക്ക് എത്തിക്കേണ്ടി വരും. പക്ഷെ അപ്പുറത്തെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക സാഹചര്യമില്ല. ഈ വെള്ളം കയറിയത് കൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് ആശങ്കകളുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം.